നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നോട് വളരെ ഹാർഷായിട്ടാ തന്റെ ഡാഡി സംസാരിച്ച്. പക്ഷേ നമ്മൾ തമ്മിലുള്ള റിലേഷൻ സിൻസിയർ ആണെന്ന് മനസ്സിലാക്കുമ്പോ. ഇല്ല സർ, അത് മനസ്സിലാക്കാനുള്ള ക്ഷമ പോലും ഡാഡിക്കില്ല. അതിന് ഡാഡിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സാറിന്റെ ഡാഡിയിൽ നിന്നും അതിന് മാത്രം ചതിയാ എന്റെ ഡാഡിക്ക് പറ്റിയിട്ടുള്ളത്. ഒക്കെ എനിക്കറിയാം മേഘ്ന. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഡാഡി ചെയ്ത പാപങ്ങൾക്കൊരു പരിഹാരമായിട്ടല്ല തനിക്കൊരു ജീവിതം ഞാൻ ഓഫർ ചെയ്തത്. തന്നെ എനിക്ക് അത്രമാത്രം ഇഷ്ടമായതുകൊണ്ട് കൂടിയാ. തന്റെ ഡാഡിയെ പോലെ തന്നെ നമ്മുടെ റിലേഷന് എന്റെ ഡാഡി സമ്മതിക്കില്ല എന്ന് കരുതി ഇതിന്ന് പിന്മാറാൻ ഞാൻ ഒരുക്കുമല്ല. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ, എന്നോട് ആത്മാർത്ഥമായ സ്നേഹം തനിക്കുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ ആരൊക്കെ എതിർത്താലും നമ്മൾ ഒന്നാവും. അതിനെനിക്ക് മറ്റാരുടെ അനുവാദമോ സമ്മതമോ ആവശ്യമില്ല. എൻ്റെ അമ്മ ഒരിക്കലും എന്നെ കൈവിടില്ല. എൻ്റെ ഇഷ്ടമാണ് അമ്മയുടെ ഇഷ്ടം. ആ സപ്പോർട്ട് മാത്രം മതി എനിക്ക്. എന്നാലും എന്റെ ഡാഡിയുടെ കാര്യം ഓർക്കുമ്പോ പേടിച്ച് റിലേഷനിൽ നിന്ന് ബ്രേക്കപ്പ് ആവാനാണോ തന്റെ ഉദ്ദേശം? നമ്മൾ തമ്മിൽ പിരിയുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തില് വീട്ടുകാരെ എതിർക്കാനല്ലല്ലോ ഞാൻ പറഞ്ഞത്. നമുക്ക് രണ്ടുപേർക്കും കൂടി കാര്യങ്ങൾ ഒന്നുകൂടെ അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോഴവര് നോ ആണ് പറയുന്നെങ്കിൽ അതിന്റെ പേരിൽ പരസ്പരം മറക്കാൻ മാത്രം താൻ എന്നോട് പറയരുത്. കാരണം ഈ ജന്മം എനിക്കതിന് കഴിയും തോന്നില്ല. അത്രയ്ക്ക് ഞാൻ തന്നെ സ്നേഹിച്ചു പോയി, ഇഷ്ടപ്പെട്ടു പോയി. എന്താ എന്തു പറ്റി? സാറിന്റെ കൈ തൊട്ടപ്പോ എനിക്ക് ഷോക്ക് ഏറ്റ പോലെ. എന്താ സർ, എന്താ ഇങ്ങനെ? വാ, നമുക്ക് പോവാം. കുട്ടി, നിന്റെ ആത്മാവിനെ തീച്ചട്ടി അമ്മയ്ക്ക് സമർപ്പിക്കാൻ പോകുന്നു. നിന്നിലൂടെ നൂറ്റാണ്ടുകളായി മറഞ്ഞിരിക്കുന്ന വലിയ നിധി കണ്ടെത്തുവാൻ പോകുന്നു. അങ്ങനെ നിന്റെ ജീവിതം ധന്യമായി തീരുന്നു. പ്രാർത്ഥിച്ചോളൂ. മൃത്യുവാസക മരണം കൊണ്ട് ഈ ബാലകനെ അനുഗ്രഹിച്ച് നിത്യമോചനം നൽകും. മൃത്യുവാസക, എന്റെ അടുത്തുണ്ട്. നീ എങ്ങനെ ഇവിടെ എത്തി? നിന്നെങ്ങനെ അഗ്നിയിൽ ചുട്ടരിച്ചതല്ലേ? അല്ല, മധുശ്രീയല്ലേ അഗ്നിയിൽ ചുട്ടരിച്ചത്. ഞാൻ ഉണ്ണിമായയാ. നിങ്ങൾക്ക് എന്നെ തൊടാനാവില്ല. നീ അന്വേഷിക്കുന്ന ആ നിധിയുടെ ഉടമ, ആ മാന്ത്രിക മൂക്കുത്തിയുടെ ഉടമ, അത് ഞാനാ. നിന്നെ ഞാൻ തീയിലിരിക്കും. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. അറിയാം. മൃത്യുലേഖ, മരണദൂതിക. മൃത്യുലേഖേ, നീ ഏറ്റുമുട്ടേണ്ടത് എന്നോടല്ല, കൊടുങ്ങല്ലൂർ അമ്മയോടാ. അമ്മേ, എന്റെ മോൻ ആരോടന്ന് രക്ഷപ്പെടുത്തിയത്? ശ്രീകുട്ടി അല്ല, ഉണ്ണിമായ. ദേ അവിടെ ഉണ്ട്. അയ്യോ, എവിടെ പോയി? വന്നേ.
തയ്യാറായില്ലോ അപ്പു. അതിന്റെ ഫലം എന്തെന്ന് കണ്ടില്ലേ? ഭാഗ്യം കൊണ്ടാ നീ അവിടുന്ന് ജീവനോടെ രക്ഷപ്പെട്ടത്. ആ സമയത്ത് നിന്നെ രക്ഷിക്കാൻ ആ കുഞ്ഞവിടെ വന്നില്ലായിരുന്നീ എന്താകും നിന്റെ അവസ്ഥ? അന്നേ ഞാൻ പറഞ്ഞല്ലേ, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, ചതിയപ്പെടുത്തി കൊല്ലാനാ നിന്നെ നിന്റെ ചെറിയച്ഛനും ആ സ്ത്രീയൊക്കെ അങ്ങോട്ട് വിളിക്കുന്നത്. അന്ന് അമ്മ പറയുന്നതല്ലോ നിനക്ക് വിശ്വാസം, ചെറിയച്ഛൻ പറയുന്നതായിരുന്നല്ലോ നിന്റെ വേദവാക്യം. എന്നിട്ട് ഇപ്പൊ എന്തായെന്ന് കണ്ടില്ലേ? ഇല്ല അമ്മേ, ഇനി ഒരിക്കലും ഞാൻ അവിടെ പോവില്ല. അമ്മ പറയുന്നത് അതേപോലെ ഞാൻ അനുസരിച്ചോളാം. സത്യാണോ? അമ്മയ്ക്ക് ഇനി നിന്നെ വിശ്വസിക്കാമോ? സത്യമായിട്ടും അമ്മേ, ഇനി അമ്മയെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. അമ്മ പറഞ്ഞ പോലെ അവിടെ ഉള്ളവരൊക്കെ ദുഷ്ടന്മാരാ. എന്നാലും ശ്രീകുട്ടി എങ്ങനെയാ അമ്മ അവിടെ വന്നേ? പക്ഷെ ശ്രീകുട്ടി അല്ലെന്നാ പറഞ്ഞേ. പിന്നെ ആരാ? ഉണ്ണിമായ. ഉണ്ണിമായോ? ആ, ഒരു കാര്യം ഉറപ്പാ, സാക്ഷാൽ കൊടുങ്ങല്ലൂർ അമ്മയാ ആ മോളെ അപ്പ അവിടേക്ക് എത്തിച്ചത്. ആ മോളാ നിന്നെ രക്ഷിച്ചത്. എന്റെ കൊടുങ്ങല്ലൂർ ഭഗവതി, ആ ദുഷ്ടന്മാരിൽ നിന്നും എന്റെ കുഞ്ഞിനെ കാത്തോണേ. ഉണ്ണിമായ കണ്ട ശ്രീകുട്ടിയെ പോലെ തന്നെ ഉണ്ട്. പക്ഷേ അത് ശ്രീകുട്ടിയല്ലെന്ന് ആ മോളെന്ന് പറഞ്ഞില്ലേ? ആ മോള് വേറെ ആരുമല്ല അപ്പൂസേ, സാക്ഷാൽ കൊടുങ്ങല്ലൂരമ്മ തന്നെയാ, അത് ഉറപ്പാ. എന്റെ ഭഗവതി, എന്റെ കുഞ്ഞിനെ നീ തിരിച്ചു തന്നല്ലോ. അപ്പൂസേ, അപ്പൂസ എല്ലാ ദിവസവും ദേവിയെ പ്രാർത്ഥിച്ചിട്ട് വേണം ഉണരാനും ഉറങ്ങാനും, കേട്ടോ മോനെ? അമ്മേ, ആഹാരം എടുത്തു വെച്ചിരിക്കുന്നു. ഇന്നലെ ഒന്നും കഴിച്ചില്ലല്ലോ. കുഞ്ഞെ, ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെയാ? പട്ടിണി കിടന്ന രോഗം വല്ലതും വരും. അമ്മ എണീക്കമ്മേ, വന്ന് വല്ലതും കഴിക്ക്. എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ ശ്രീകുട്ടിയെ കാണാതെ ജലപാനം ചെയ്യില്ല. ഇങ്ങനെ ജീവിക്കണേലും ഭേദം ചാവണതല്ലേ അച്ഛാ? മോളെ, നിന്നെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. നമ്മുടെ എല്ലാവരുടെയും ജീവനായിരുന്നു ശ്രീകുട്ടി. അവളെ കുറിച്ച് ഓർക്കുമ്പോ നെഞ്ചു തകരുക. എന്താണ് അവൾക്ക് സംഭവിച്ചെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഞാൻ പറയാച്ചാ, അച്ഛന്റെ പൊന്നു മോന്റെ രക്ഷകയായി ഒരു സ്ത്രീ എന്റെ വീട്ടിൽ കാലുകുത്തി അന്നു മുതൽ തുടങ്ങിയതാ ഇതെല്ലാം. വീടും കുടി എല്ലാം നഷ്ടമായി. കിടപ്പാടം പോയത് പോട്ടെ, എന്റെ മക്കളുടെ ഭാവി തൊലഞ്ഞില്ലേ? വലിയ രക്ഷകനായിട്ട് വന്നതല്ലേ ആ ശേഖരൻ സാറ്. അയാള് ഞങ്ങളെ കൊല്ല ചെയ്യാൻ പ്രതിജ്ഞ എടുത്ത് നടക്കുക. ഇപ്പൊ എന്റെ പൊന്നു മോളെ. ആന്റി, ഞാൻ ശ്രീകുട്ടിയെ കണ്ടു. മാഷപ്പ. ശ്രീകുട്ടി വേഷം മാറിയാ വന്നത്. ഉണ്ണിമായ എന്നാ പറഞ്ഞേ, പക്ഷെ ശ്രീകുട്ടി തന്നെ അത്. എന്തായാലും ദേവനീ പറയുന്നേ? ഇവൻ പറയണ സത്യാണ് മാഷെ. ഇവൻ ആശ്രമത്തിൽ പൂട്ടിയിട്ടിരിക്കുന്നു ബലി നടത്താൻ. ആരുടെയൊക്കെ കാല് പിടിച്ചു എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ. ആരും കനിഞ്ഞില്ല. ഒടുവിൽ എന്റെ മകനെ ഒരു പോർಲು പോലെ വെക്കാതെ തിരിച്ചു കൊണ്ടുവന്നു. ശ്രീകുട്ടി അല്ലാതെ ആരാ? ശ്രീകുട്ടി പറഞ്ഞു ആര് സങ്കടപ്പെടണ്ടാന്ന്. അപ്പൊ പിന്നെ എന്റെ മോൾ എവിടെ പോയി? എങ്ങോട്ട്? അതറിയില്ല. എന്റെ മോൻ നുണ പറയില്ല മാഷെ. ഇവന് മാഷിനെ അറിയില്ലേ? ശ്രീകുട്ടിക്ക് ഒരു അപകടം ഉണ്ടായിട്ടില്ലെന്നാ എന്റെ വിശ്വാസം. കൊടുങ്ങല്ലൂരമ്മ മോളെ കാത്തു രക്ഷിക്കും. ഈ തറവാടിന്റെ പാരമ്പര്യം ആരും മറക്കണ്ട. കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹസിദ്ധി കൈവരിച്ച ഗൗരിമുത്തശ്ശിയുടെ തറവാടാ അത്. ഇതിന്റെ പിന്തലമുറക്കാരി ശ്രീകുട്ടിയാ. ആ കുഞ്ഞിനെ ഭഗവതി രക്ഷിക്കാതിരിക്കോ? രക്ഷിക്കും. ശ്രീകുട്ടി തിരിച്ചു വരും.